അപ്പം സുഹൃത്തുക്കളെ എല്ലാവർക്കും വെൽക്കം ടു അന്നൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ പ്രവീൺ ആൻഡ് പ്രണവ് നെറ്റിലോട് കേൾത്ത വാർത്തയാണ് നിങ്ങളെല്ലാവരും ഞാനും. അപ്പം ഇവരുടെ വീഡിയോസ് ഡെയിലി കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഡെയിലി ഡെയിലി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ വെച്ചാൽ തെറ്റായ ഭാഗത്തെന്ന് വെച്ചാൽ അവർ രണ്ടുപേരുടെ ഭാഗത്തുണ്ട് എന്ന് പറയാം. നെഗറ്റീവ് കുറേ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതും ഇതിനെക്കുറിച്ചാണ്. തെറ്റായ ഭാഗത്ത് നെഗറ്റീവ് അല്ല, പല ചോദ്യം ചോദിക്കുന്ന ആര് തെറ്റ് ഭാഗത്ത് തെറ്റ് രണ്ട് ഭാഗത്തുണ്ട്. കാരണം ഒന്നാമത് വെച്ചാൽ യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്രശ്നങ്ങളും വീട്ടിലെ കുടുംബ സാഹചര്യങ്ങളും ശരിക്കും പുറത്ത് പറയാൻ പറ്റില്ല. അത് അവരവരായിട്ട് തമ്മിൽ തീർക്കേണ്ട പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട് പബ്ലിക്കിൽ പറയാം? ഒന്നാമത് ആ തെറ്റ് അവർക്ക് സംഭവിച്ചു. എന്തുകൊണ്ട് പബ്ലിക്കിൽ ഇത് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവർ ബ്ലോഗ് എന്ന് വെച്ചാൽ തുടങ്ങിയത് മുതൽ ഇവർ രണ്ട് പേരും, ഒന്നാമത് ആൾക്കാർക്ക് സംശയം എന്ന് വെച്ചാൽ ഇവർ രണ്ട് ബ്ലോഗ് തുടങ്ങിയത് മുതൽ, അതായത് കല്യാണ ബ്ലോഗ് ശേഷം പ്രശ്നം നടക്കുന്നത് അതേവരെ ഇവർ ബ്ലോഗിൽ സ്ഥിരമുണ്ടായ ആളാണ് പ്രണവ്, അതായത് അനിയൻ, പ്രവീണിൻ്റെ അനിയൻ. തിരിയാത്ത ആളാണ്. നിങ്ങൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഫോട്ടോ ചെയ്യാം. പ്രവീൺ ആൻഡ് പ്രണവ്. പ്രണവിൻ്റെ സൈഡ് ഇതാ ഈ സൈഡ് കാണിക്കുന്നത് പ്രണവ്, ഇത് പ്രവീൺ. ഇവരെ കുറിച്ച് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണും. അതിൽ 10,000 ആൾക്കാരെങ്കിലും പിന്നെ തുടക്കം മുതൽ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഏതൊരു ആളാണെങ്കിലും തുടക്കം മുതൽ ഇന്നേ വരെയുള്ള വ്ലോഗിൽ ഒരുത്തനെ കാണാതിരിക്കുമ്പോൾ ആൾക്കാർ സംശയം ചോദിക്കില്ല, എന്തുകൊണ്ട് ഇവരില്ല? ഏതെങ്കിലും ആ സംശയത്തിൽ പഴയ എന്തെങ്കിലും പറയില്ല. അത് തെറ്റായ ഭാഗത്ത് എന്ത് ഈ കമൻറ്റ് ബോക്സിലാണ് നിങ്ങളോ ഞാൻ ചോദിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഭാഗത്തല്ലേ? ശരിക്കും ഏதாவது തുടക്കം മുതൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടക്കം മുതൽ നിങ്ങൾ ഒരു നിശ്ചയ തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ നിശ്ചയ തീരുമാനിച്ചാൽ ഇങ്ങനത്തെ ഒരു ബ്ലോഗിനെ അവർ ചെയ്യില്ല. ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ക്ലിയർ ഇതെങ്ങനെ ചിന്ത ഇതാണ്. അതായത് കുടുംബ പ്രശ്നങ്ങളൊന്നും വീഡിയോ ചെയ്യില്ല ഒരു ഇതുമാണ്. അല്ലാണ്ട് വെറുതെ പ്രശ്നങ്ങൾ കിട്ടാൻ വ്യൂസ് കയറും, പക്ഷേ ശമ്പളം കുറവായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് തുറന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അതുകൊണ്ട് നല്ല നല്ല വീഡിയോ ചെയ്യാൻ അതിനു വേണ്ടി അത് ഈ പ്രശ്നങ്ങൾ നമുക്ക് നിങ്ങളെ പ്രശ്നം പറഞ്ഞിട്ട് നമുക്ക് പരിഹരിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ. നിങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ കഴിയില്ല. അത് അവരെ കുടുംബ പ്രശ്നങ്ങളെ. ഇപ്പം ഡെയിലി വീഡിയോ ചെയ്തിട്ടിപ്പോൾ ആ പ്രശ്നം നടന്ന സമയത്തല്ലേ പ്രണവ് കാര്യങ്ങൾ പറഞ്ഞത്. മുന്നേ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പ്രണവിനാണ്, അല്ല അത് പ്രവീണാണ് കേട്ടോ. പ്രവീണ ശരിക്കും യഥാർത്ഥൊരു പ്രശ്നമല്ലേ. പ്രവീൺ പറഞ്ഞ് പ്രണവിനെയാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ഈ കാലത്ത് ചോദിക്കാൻ വെച്ചാൽ ഇതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ലേ യൂട്യൂബ് ചാനൽ ഈ മുമ്പിൽ നല്ല വീഡിയോസ് ചെയ്ത് ആ സമയത്ത് നിങ്ങൾ ഈ തുറത്ത് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് മാത്രം ഇത് പറയാനുള്ള കാരണം അച്ഛനെ മുന്നേ ആക്കുന്നത്. ആ സമയത്തിൽ നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ആ പ്രശ്നം നടക്കുന്ന സമയത്ത് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ പബ്ലിക്ക് പുറത്ത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇതാക്കിനെ? ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക, ആ ചോദ്യത്തിന് ഒരു മറുപടി പറ. എന്തുകൊണ്ട് ആ സമയത്ത് ഈ പുഞ്ചിരിച്ചുകൊണ്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്? ആ സമയത്ത് ഇതൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇതാക്കിനാ എന്തുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ പബ്ലിക്കിൽ പറയാൻ പറ്റും? ശരിക്കും പബ്ലിക്ക് പറയാൻ അവരുടെ പ്രശ്നം അവരെന്നെ കഴിയാനില്ല. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയത് ചാനൽ ശരിക്കും ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും ഒരാൾക്ക് കൈകാര്യം അറിയാം, അത് ഇതാക്കാം. അതിപ്പം പ്രണവാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പ്രൊഫൈലെങ്കിലും കുറച്ച് മാറ്റണം എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നെഗറ്റീവ് വന്നോടിക്കും. നിങ്ങളെ നെഗറ്റീവായിട്ട് പറയുന്നല്ലേ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മനസ്സിൽ തെറ്റുകളുടെ എന്നിട്ട് തുറന്ന് പറയേണ്ടത്. അതുകൊണ്ട് കൃത്യമായി പറയേണ്ടത് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ ആ പ്രൊഫൈലൊന്ന് ജസ്റ്റ് മാറ്റിക്കുക. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ്
എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചോ. അതിൽ എന്തിനാണ് നാറ്റക്കേട് ഇതാക്കണ്ട, അതിന് വേണ്ടി ഞാൻ രണ്ടാണ് പറഞ്ഞു. അത് മാത്രമല്ല, ഒന്നെങ്കിൽ ഒന്നായി ഒരുമിച്ച് ഇതാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വീടിനെ ഇതേപോലെ പെണ്ണെ ഇതാക്കാം, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ആറ് പ്രശ്നങ്ങളോ ഇനി എന്തെങ്കിലും ഈ ഇത് കഴിഞ്ഞ സ്റ്റോപ്പായ ഇനിയുള്ള പ്രശ്നങ്ങൾ ഒന്നും പുറത്ത് പറയാണ്ട്, അല്ല പബ്ലിക്കിൽ പറയാണ്ട്, യൂട്യൂബ് ചാനലൊന്നും സോഷ്യൽ മീഡിയ ഒന്നും പറയാണ്ട് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ കേസ് രണ്ട് ഭാഗത്തേക്കും തരംതിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഇവൻ പറഞ്ഞ വാക്കും സാർ പോലീസുമാർ കോടതിക്ക് രണ്ട് ഭാഗത്തും ഇതാക്കണ്ട. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ പബ്ലിക്കിൽ പുറത്ത് പറയുകയാണെങ്കിൽ കേസിലും കൊടുത്ത് അതിൻ്റെ മുമ്പ് പറഞ്ഞോ, നോ പ്രോബ്ലം, പ്രശ്നമില്ല. പിന്നെ യൂട്യൂബ് ചാനലിൽ ആൾക്കാർ കാണാതിരിക്കും, നിങ്ങൾ ഒരുമിച്ചാണ് യൂട്യൂബ് ചാനൽ. എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് പറയാണ്ട് ഈ സമയത്ത് ഈ കൈയൊരു പ്രശ്നം നടക്കുന്നത് നിങ്ങൾ ഈ കാരണങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു ആ ചോദ്യം ഞാൻ ചോദിക്കും. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാം. അതിൻ്റെ വീഡിയോസിൽ കണ്ട് പ്രശ്നം തീർന്നു വെച്ച് വിചാരിക്കുന്നു. നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബം നിങ്ങളെ വയ്ക്ക്, അവർ വയ്ക്കാന്നുണ്ട്. രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ഇതാക്കുക. അല്ലാണ്ട് അമ്മയെ ചൊടിച്ചിട്ട് അച്ഛനെ ചൊടിച്ചിട്ട് ഇങ്ങനെ വേർതിരിക്കേണ്ട അവസ്ഥ വരത്തില്ല ഞാൻ ചോദിക്കും, അപേക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. ഇതിനെക്കുറിച്ച് ഇതിനുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറക്കരുത് കേട്ടോ. മാക്സിമം ആളുകൾക്ക് ഈ വീഡിയോ എത്തിച്ചു പരമാവധി ഈ ഒരു വ്യക്തികളുടെ ഇടയിൽ എത്തിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറക്കും. ടാറ്റാ, ബൈ, സി യു.